വിഭാഗീയ വൈരം കൊടികുത്തിവാണ കാലത്ത് കേരളത്തിലെ CPM-ലെ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലെ മധ്യസ്ഥനായിരുന്നു സീതാറാം യെച്ചൂരി. ഗ്രൂപ്പ് പോര് പൊട്ടിത്തെറിയിലെത്തി നിന്ന പല ഘട്ടങ്ങളിലും യെച്ചൂരിയുടെ ഇടപെടൽ സംസ്ഥാന പാർട്ടിയെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. VS-ഉം പിണറായിയും ഒരുമിച്ച് മത്സരിച്ച 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നതിലും യെച്ചൂരിയുടെ ഇടപെടലുണ്ടായി. VS-നെ കേരള കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള യെച്ചൂരിയുടെ അനുനയ നീക്കത്തിലാണ് VS അച്യുതാനന്ദൻ അന്ന് മെരുങ്ങിയത്. ഫെബ്രുവരി 25 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന്റെ സമാപന ദിവസം. വൈകുന്നേരം ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തെ ചുറ്റിപ്പറ്റി പാർട്ടിക്കകത്ത് ആശങ്ക ഉയരുകയായിരുന്നു. സമാപനത്തിന് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പങ്കെടുക്കുമെന്നതായിരുന്നു ആശങ്കയുടെ അടിസ്ഥാനം. VS വിട്ടുനിന്നാൽ അത് വൻ വിവാദമാകും. ഇത് മനസ്സിലാക്കിയ ഔദ്യോഗിക നേതൃത്വം VS-നെ അന്വയിപ്പിക്കാൻ തലപുകച്ചു. ആലോചന എത്തിനിന്നത് അന്നത്തെ പൊളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയിൽ. യെച്ചൂരി VS-നെ വിളിച്ചു. ഏറെ വാത്സല്യത്തോടെ കാണുന്ന യെച്ചൂരിയുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് മുന്നിൽ VS അലിഞ്ഞു. ശംഖുമുഖത്തെ പരിപാടിയിലെത്താമെന്ന് ഉറപ്പുകൊടുത്തു. AKG സെൻട്രൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. ഇതൊരു സന്ദർഭം മാത്രം. കേരളത്തിലെ CPM-ൽ ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ച് പ്രതിസന്ധിയായപ്പോഴെല്ലാം യെച്ചൂരി സഹായത്തിനിറങ്ങിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ടിന് കഴിയാത്തതാണ് യെച്ചൂരി നിഷ്പ്രയാസം സാധിച്ചത്. ഗൗരവമെന്ന് തോന്നിപ്പിക്കുന്ന യാന്ത്രികതയായിരുന്നില്ല യെച്ചൂരിയുടെ ശൈലി. പ്രശ്നങ്ങൾ തീർക്കാൻ മധ്യസ്ഥനാകുമ്പോഴും തൻ്റെ നിഷ്പക്ഷത ഇരുകൂട്ടരെയും ബോധ്യപ്പെടുത്താൻ എപ്പോഴും യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു. 2016 പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നതിലും യെച്ചൂരിയുടെ നയതന്ത്രമുണ്ട്. VS-ഉം പിണറായിയും ഒരുമിച്ച് മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഫലം വന്നപ്പോൾ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ VS-നെ എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും? അതായിരുന്നു വെല്ലുവിളി. തിരുവനന്തപുരത്തെത്തിയ യെച്ചൂരി VS-നെ കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. VS-നെ കേരള കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹവുമായി ഒരുമിച്ചിരുന്നാണ് യെച്ചൂരി പിണറായി മുഖ്യമന്ത്രിയാകുമെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. ഇങ്ങനെ എണ്ണമറ്റ നിർണായക മുഹൂർത്തങ്ങളിൽ യെച്ചൂരി കേരള പാർട്ടിയുടെ രക്ഷകനായി. ജന്മം കൊണ്ട് ആന്ധ്രാക്കാരനെങ്കിലും കേരളത്തിലേക്കുള്ള ഓരോ വരവും യെച്ചൂരി ഇഷ്ടപ്പെട്ടിരുന്നു. മലയാളം സരളമായി സംസാരിക്കാൻ അറിയില്ലെങ്കിലും കേട്ടാൽ നന്നായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ബംഗാളിൽ പോയാൽ ബംഗാളിയും കേരളത്തിൽ വന്നാൽ മലയാളിയും എന്നതായിരുന്നു യെച്ചൂരിയുടെ ശൈലി. സാഹചര്യങ്ങളോട് അതിവേഗം അന്വേഷിക്കുക എന്നത് ഒരു കഴിവാണ്. ആ കഴിവിൻ്റെ പേരുകൂടിയാണ് സീതാറാം യെച്ചൂരി. റിപ്പോർട്ടർ ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.